ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വാരണാസി വ്ളോഗ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വ്ളോഗ് ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഈ ഷോട്ടൊക്കെ എടുത്തത്. പക്ഷേ നടന്നില്ല ഗായ്സ്. എനിക്ക് ഭയങ്കര സിക്കായിരുന്നു, ഭയങ്കര പനി, ജലദോഷം, തൊണ്ടവേദന, പിന്നെ തണുപ്പായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര ചുണ്ടൊക്കെ ഫുള്ള് പൊട്ടി ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഒന്നും നടന്നില്ല. ഇതൊരു സാധാരണ നോർമൽ വ്ളോഗ് പോലെ തന്നെ പോയി. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്നും വാരണാസിയിലേക്കുള്ള ട്രെയിന് കയറി. ഇനി ട്രെയിനിൽ നിന്നുള്ള കുറച്ച് എൻജോയ്മെൻ്റ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. തൊട്ട് തൊട്ട് വിളക്ക് വച്ച വെങ്കാരത്തി തൊട്ട് വിള അണ്ടങ്കാക്ക കൊണ്ടക്കാരി രണ്ടക്കരണ്ടക്കരണ്ടക്കരൻ അച്ചുവല്ല കൊണ്ടക്കാരി രണ്ടക്കരണ്ടക്കരണ്ട അയില മീന് കണ്ണ് കാരി രണ്ടക്കരണ്ടക്കരണ്ടക്കരണ്ട മീന് കണ്ണ് കരണ്ടക്കര. സ്റ്റെപ്പ് മാറ്റി മാറ്റി കളിക്കണോ? സ്റ്റെപ്പ് മാറ്റി കളിക്കണം. ഓക്കെ, ഫൈൻ. വാരണാസിയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും വാരണാസി എത്തിയ ഉടനെ ഫ്രഷായി. ദെൻ നമ്മൾ നേരെ കേരള കഫേയിൽ പോയി. കേരള ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത്. വാരണാസിയിലെ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് ഇതാവുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ന് വെച്ചാൽ അത് കഴിച്ചു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ അല്ല, എന്താ പറയുക, ഇങ്ങനത്തെ സൈക്കിളിൽ അവിടുത്തെ നോർത്ത് ഇന്ത്യ സൈഡിൽ കാണുന്നില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സൈക്കിൾ പോലത്തെ സംഭവം. അങ്ങനത്തെ സൈക്കിളിൽ കയറിയതാ. കണ്ടോ, ഇതിൻ്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ്. അതിൽ കയറി ഇങ്ങനെ റൈഡ് പോകാൻ അടിപൊളിയാണ്. ഈ സൈക്കിളിൽ ഇങ്ങനെ പോകാൻ വേഗം എത്തില്ല, സൈക്കിളല്ലേ, തുഴഞ്ഞ് എത്തുള്ളൂ. പക്ഷേങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ആ സിറ്റി മൊത്തം ഇങ്ങനെ ഹൈറ്റിൽ പൊന്തിരുന്ന് ആ സിറ്റി മൊത്തം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. പൈസയും കുറവാണ്. പിന്നെ നമ്മൾ വാരണാസിയിൽ എത്തി. വാരണാസിയിൽ ഇതാ ഗഡ്സിലാണ് എത്തിയിട്ടുള്ളത്. ഗംഗാ നദിയുടെ തീരത്താണുള്ളത്. ഇവിടുന്ന് ബോട്ട് ഇങ്ങനെ വേണ്ടിയിട്ടുള്ളത് നോക്കുവാണ്. पहले हर चीज का दाम बढ़ा, खाने वाले सामान का दाम बड़ा होता है, 100 रुपये ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് പോവാണ്. 64 ഗഡ്സ് കാണാൻ പോവാണ്. അതിൽ തന്നെ മണികർണിക എന്ന് പറയുന്ന ഗഡ്സിലാണ് ഈ ബോഡിയൊക്കെ ഉണ്ടാവുക, ശവം ബോഡീസൊക്കെ ഉണ്ടാവുന്ന മണികർണിക ഗഡ്സിലാണ്. അപ്പോൾ ബോട്ടിന് 2000 എങ്ങനെയല്ലോ ആക്കിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. നല്ല ബോട്ട് കണ്ടുപിടിക്കാം. അമൃത നല്ല ബോട്ട് പറ. അമൃത നല്ല ബോട്ട് ഏതാ? ഫോട്ടോ നീ അമൃത നല്ല ബോട്ട് ഏതാ? ഇത് വേണോ ചോദിച്ചിനേ.
എല്ലാരും എടുക്കുന്നുണ്ട്. അനക്ക് കാണാം, ഞാൻ ജസ്റ്റ് വീഡിയോ പ്ലേസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് അവിടുത്തെ ഡെഡ് ബോഡീസ് കത്തിക്കുന്നൊരു ചടങ്ങാണ്. അവർ ഭയങ്കര ആഘോഷപരമായിട്ട് പാട്ടും ഇതൊക്കെ വെച്ചിട്ടാണ് ബോഡിയൊക്കെ കത്തിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. വാരണാസി എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പോയ ട്രിപ്പിൽ നിന്നും ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് വാരണാസി പോയപ്പോൾ. നിങ്ങൾ മസ്റ്റായിട്ടും പോകേണ്ട ഒരു പ്ലേസാണ്. വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഇനിയും ഒന്നുകൂടി അവിടെ പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേങ്കിൽ അവിടെ പോയത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഫീല് നമുക്ക് അടിക്കില്ലേ, വേർത്ത് തോന്നില്ലേ? ഭയങ്കര വേർത്താണ്. കാരണം അവിടുത്തെ ഓരോ കാര്യങ്ങളും, പൂജയായാലും അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ട്രഡീഷൻ, കൾച്ചർ, ഈ പറയുന്ന അഗോരീസ്, ഈ പറയുന്ന ശവത്തിൻ്റെ ഈ സംഭവങ്ങൾ എല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യം, വീഡിയോസിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഗംഗാരതിയും കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ തിരിച്ചത്. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പകർത്തിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളും ഉണ്ട്. വാരണാസി എന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല, കാരണം എൻ്റെ ആരോഗ്യം അത്ര നന്നായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ യാത്ര കാശ്മീരിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. വാരണാസിയിൽ നിന്ന് ജമ്മുവിലുള്ള ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. ബാക്കി വിശേഷങ്ങൾ കാശ്മീരിലെ വിശേഷങ്ങളുമായിട്ട് വ്ളോഗായിട്ട് വരാം. ബൈ.